കനത്ത മഴയിൽ തമിഴ്നാട്ടിലെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ ഒഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചു. മഴ ശക്തമായതോടെ പേച്ചിപ്പാറ അണയിൽ നിന്ന് വെള്ളം ഒഴുക്കിവിട്ടു. കോതയാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ ഗോപാൽ ശിലാസനൽ ചേരുന്നുണ്ട്. ഗോപാൽ, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? 2 ദിവസമായി തന്നെ തമിഴ്നാട് മേഖലയിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തൃപ്പരപ്പ് എന്ന് പറയുന്ന പ്രദേശം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. കാരണം ഏകദേശം വളരെ അടുത്ത്, തിരുവനന്തപുരത്ത് നിന്ന് വളരെ അടുത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് തൃപ്പരപ്പ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തും അവധിക്കാലത്തും എല്ലാം തന്നെ കൂടുതൽ സഞ്ചാരികൾ എത്താറുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ എത്തിയ മഴയെ തുടർന്ന് വലിയ കുത്തൊഴുക്കാണ് ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ക്രമാതീതമായി ഒഴുക്ക് വർദ്ധിച്ചു. അതായത് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്ന ഇടങ്ങളിലൂടെ അടക്കം ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെയും തൃപ്പരപ്പിലേക്കുള്ള വിനോദസഞ്ചാരികളെ കയറ്റിവിടുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പേച്ചിപ്പാറ അണയിൽ നിന്നും 500 ഘനയടി ജലം കൂടി ഈ ഒഴുക്കി വിടുന്നുണ്ട്. ഇതുകൂടി ആകുമ്പോൾ ജലനിരപ്പ് വീണ്ടും വർദ്ധിക്കാൻ, അല്ലെങ്കിൽ ഒഴുക്ക് വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ ജലം എത്തുന്നതോടുകൂടി തന്നെ കോതയാറിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്കൊക്കെ പോകുന്നവരും ഈ സമീപത്തായി താമസിക്കുന്നവരും കൃത്യമായി ജാഗ്രത പാലിക്കണമെന്ന ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കന്യാകുമാരി ജില്ലയിൽ കനത്ത മഴയാണ് പെയ്യുമെന്ന സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെടുന്നത്. തെക്കൻ തമിഴ്നാട് പ്രദേശത്തിന് മുകളിലായി തന്നെ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഈ ചക്രവാത ചുഴിയുടെ സാന്നിധ്യമാണ് തമിഴ്നാട് പ്രദേശത്ത്, അല്ലെങ്കിൽ തമിഴ്നാട് മേഖലയിൽ മഴ കനക്കാനുള്ള കാരണമായി സൂചിപ്പിക്കുന്നത്. ശരി ഗോപാൽ.